ഹലോ എവരിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് സെൽഫ് പൊട്ടൻഷ്യൽ, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്നത്. എങ്ങനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഡാലൻസിന് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2 ഇലക്ട്രോഡ് ഉണ്ട്. ഓരോന്നിനും എന്തുണ്ട്, ഓരോ പൊട്ടൻഷ്യൽ ഉണ്ടല്ലേ. ഇതിനെ നമ്മൾ ആനോഡിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. ഇതിനെ കാഥോഡിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഷീ എന്ന് വിളിക്കുക കേട്ടോ. ഷീ. ഇനി ഇതിന് വേറൊരു പേരുണ്ടെന്നാണ് നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ NHE എന്ന് വിളിക്കും. ഈ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ വിളിക്കും നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ NHE എന്നും ആരെ വിളിക്കും, ഈ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ വിളിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കൺസ്ട്രക്ഷൻ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ വളരെ ഈസിയാണ് കേട്ടോ, വളരെ ഈസിയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട്, നമുക്കൊരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ എന്തുകൊണ്ട് ഒരു 1 മോളാർ HCl സൊല്യൂഷൻ ഉണ്ട്. 1 മോളാർ HCl സൊല്യൂഷൻ അല്ലേ. അതായത് അതിനകത്ത് എന്തുകൊണ്ട് H+ ഉണ്ട്, Cl- ഉണ്ട്. എന്നിട്ട് ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാനൊരു പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ്, ഡിപ്പ് ചെയ്യാണ്. ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാനൊരു പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോണിനെ ഡിപ്പ് ചെയ്യാണ്. ഈ പ്ലാറ്റിനത്തെ കവർ ചെയ്തുകൊണ്ട്, ഈ ഇലക്ട്രോണിനെ കവർ ചെയ്തുകൊണ്ട് പ്ലാറ്റിനം ബ്ലാക്ക് ഉണ്ട് കേട്ടോ. പ്ലാറ്റിനം ബ്ലാക്ക്. എന്താണ് ഒരു പ്ലാറ്റിനം ബ്ലാക്ക്? പ്ലാറ്റിനം ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡേർഡ് പ്ലാറ്റിനം ആണ് കേട്ടോ. ആ പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ സർഫസിനെ കൂട്ടാനായിട്ട് പൗഡേർഡ് പ്ലാറ്റിനത്തെയാണ് നമ്മൾ എന്താ പറയുക, പ്ലാറ്റിനം ബ്ലാക്ക് അല്ലെങ്കിൽ സ്പോഞ്ചി പ്ലാറ്റിനം എന്ന് വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ പ്ലാറ്റിനം വയറുമായിട്ട് മേലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വയർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു എൻറ്റയർ സെറ്റപ്പിനെ നമ്മളൊരു ഇൻവേർട്ടഡ് ഗ്ലാസ് ട്യൂബിൽ എന്ത് ചെയ്യാണ്, വെക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഗ്ലാസ് ജാക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, ഇൻവേർട്ടഡ് ഗ്ലാസ് ട്യൂബ്. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻലെറ്റ് കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഔട്ട്ലെറ്റ് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു 1 മോളാർ HCl ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. അതിലേക്ക് ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു. ആ ഇലക്ട്രോഡിനെ കവർ ചെയ്ത് എന്തുണ്ട്, പ്ലാറ്റിനം ബ്ലാക്ക് ഉണ്ട്. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, ഒരു പ്ലാറ്റിനം വയർ കൊണ്ട് കണക്ട് ചെയ്ത് എന്ത് ചെയ്തു, ആ സർക്യൂട്ട് ഔട്ട് സൈഡിലേക്ക് ഇട്ടു. അതിന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻലെറ്റിലൂടെ എന്ത് ചെയ്തു, ഹൈഡ്രജൻ ഗ്യാസിനെ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്ത് ചെയ്തു, കടത്തി വിട്ടു. അതെന്ത് ചെയ്യും, ഇതിലേ വന്നിട്ട് ഇതിലേക്കൂടെ എന്ത് ചെയ്യും, പോകും. ഓക്കെ, ഈ ഒരു സെറ്റപ്പ് മനസ്സിലായല്ലോ. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ സെറ്റപ്പ്. ഇനി എന്ത് ചെയ്തു, ഇവിടെ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. എന്താണ്, നിങ്ങൾ നോക്കണം, ഇവിടുന്ന് ആരെ കടത്തി വിട്ടു, ഹൈഡ്രജൻ ഗ്യാസിനെ കടത്തി വിട്ടു അല്ലേ. അയാൾ എവിടെ എത്തി, ഈ പ്ലാറ്റിനം ഇലക്ട്രോഡിൽ എത്തും അല്ലെ. ഹൈഡ്രജൻ ഗ്യാസ് എവിടെ എത്തും, ഈ ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡിൽ എത്തും. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് വരയ്ക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു പ്ലാറ്റിനത്തിന്റെ ആ ഒരു ഇലക്ട്രോഡ്. ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട്, ധാരാളം പ്ലാറ്റിനത്തിന്റെ ആറ്റങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഹൈഡ്രജൻ ഗ്യാസ് വന്ന് ഇങ്ങനെ സ്റ്റക്ക് ആവും അല്ലേ. അപ്പം ഈ ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് എന്ത് ചെയ്യും, ഒരു ഹെട്രോജീനസ് കാറ്റലിസ്റ്റ് ആക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ത് ചെയ്യും, നമ്മൾ പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് ഈ പുറത്തേക്ക് ഇട്ട എക്സ്റ്റേണൽ സർക്യൂട്ട് അല്ലേ, എന്നിട്ട് ഇവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രോഡുമായിട്ട് അല്ലെങ്കിൽ ഒരു സെല്ലുമായിട്ട്, ഒരു ഇലക്ട്രോഡുമായിട്ട് അല്ലെങ്കിൽ ഒരു സെല്ലുമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. എന്താണ് 2 പോസിബിലിറ്റി? നമ്മുടെ സൊല്യൂഷൻ ആരുണ്ട്, H+ അയോൺസ് ഉണ്ട്. ഇവിടെ ആരുണ്ട്, ഇതിലൂടെ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പോസിബിലിറ്റി എന്താണ്, ഈ സൊല്യൂഷനുള്ള H+ അല്ലേ, ഈ സൊല്യൂഷനുള്ള H+ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഇലക്ട്രോഡിൽ നിന്നുള്ള ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് അല്ലേ, അതിന് എന്തായിട്ട് മാറാനുള്ള കഴിവുണ്ട്, അതിന് H2 ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. H2 ഗ്യാസ് ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി നോക്കിയേ, ഇവിടെ നിന്നുള്ള H2 അല്ലേ, ഇവിടെയുള്ള ഇതിൽ കൂടെ പാസ് ചെയ്ത ഈ H2 ഇലക്ട്രോണിന്റെ സർഫസിലെത്തി അല്ലേ, ഈ ഇലക്ട്രോണിന്റെ സർഫസിലെത്തി. അവർക്ക് എന്ത് സംഭവിക്കാം, അവർക്ക് 2 ഇലക്ട്രോണിനെ അല്ലെങ്കിൽ അവർക്ക് 1 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്തായിട്ട് മാറാം, H+ അയോൺസ് ആയിട്ട് മാറാം അല്ലേ. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ സൊല്യൂഷനിലേക്ക് വരും. അതായത് 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ സൊല്യൂഷനുള്ള H+ന് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രോണിന്റെ കയ്യിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറാം, ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറാം. അല്ലെങ്കിൽ ഈ ഇലക്ട്രോഡിൽ സർഫസിൽ ട്രാപ്പ് ചെയ്ത ഹൈഡ്രജൻ മോളിക്യൂൾ എന്തായിട്ട് മാറാൻ പറ്റും, ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് H+ അയോൺസ് ആയിട്ട് മാറാൻ പറ്റും. അതായത് ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ട്, ഇവർക്ക് ഒരു ആനോഡായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, കാഥോഡായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ അതിനൊരു കാഥോഡായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ.
ഇവിടെ എന്താണ്, ഇവിടെ അതിൻ്റെ ഒരു ആനോഡായിട്ട് ആക്കിയുള്ള കഴിവുണ്ടല്ലേ. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ആനോഡായിട്ടും കാഥോഡായിട്ടും ആക്കിയുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കും? അവരെ നമ്മൾ റിവേഴ്സിബിൾ ഇലക്ട്രോഡ് എന്ന് വിളിക്കും. എന്താണ്? അവരെ ഒരു റിവേഴ്സിബിൾ ഇലക്ട്രോഡ് എന്ന് വിളിക്കും. അവരെ ഒരു റിവേഴ്സിബിൾ ഇലക്ട്രോഡ് നമ്മൾ വിളിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ആനോഡിന്റെ റിയാക്ഷൻ എന്താണ്? ഹാഫ് H2 എന്തായിട്ട് മാറും? H++1 ഇലക്ട്രോൺ. അതായത് എന്താണ്? ഓക്സിഡേഷൻ സംഭവിച്ചു അല്ലേ. പിന്നെ എന്ത് ചെയ്തു? H++1 ഇലക്ട്രോൺ എന്തായിട്ട് മാറാം? H2 ഗ്യാസ് ആയിട്ട് മാറാം അല്ലേ. അതാണ് റിഡക്ഷൻ. അതാണ് എന്ത്? കാഥോഡ് അല്ലേ. കാഥോഡിന്റെ റിഡക്ഷൻ, കാഥോഡിന്റെ റിയാക്ഷൻ എന്ത്? H+ അയോൺസ് എന്തായിട്ട് മാറി? H2 ഗ്യാസ് ആയിട്ട് മാറി അല്ലേ. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ആനോഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, കാഥോഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ആനോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നോക്കുക. ആനോഡിന്റെ റിയാക്ഷൻ എന്താണ്? H2 ഗ്യാസ് H+ അല്ലേ. ഇവിടെ എന്താണ്? 1 മോളാർ ആണ് അല്ലേ. ഇവിടെ 1 മോളാർ ആണ്. H+ അയോണും 1 ഇലക്ട്രോണുമായിട്ട് മാറി. അതായത് H2 എന്തായിട്ട് മാറി? H2 ഗ്യാസ് H+ അയോൺ അല്ലേ. അതെന്താണ്? അക്വസ് ആയിട്ട് മാറി അല്ലേ. അതാണ് ആനോഡിൽ സംഭവിച്ചത്. പക്ഷെ നമുക്ക് അവിടെ ആനോഡിൽ അവിടെ ഇലക്ട്രോണായിട്ട് ആര് മാത്രം അല്ലായിരുന്നു ഉള്ളത്? ഹൈഡ്രജൻ ഗ്യാസ് മാത്രം അല്ലായിരുന്നുള്ളത്. അവിടെ ആരും ഉണ്ടായിരുന്നു? പ്ലാറ്റിനം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ പ്ലാറ്റിനം കൂടെ നമ്മൾ മെൻഷൻ ചെയ്യാം കേട്ടോ. സോൾഡ്. അപ്പോൾ പ്ലാറ്റിനം, സോളിഡ്, ഹൈഡ്രജൻ ഗ്യാസ്, H+ ആണ് എന്ത്? അതിന്റെ ഒരു ആനോഡിന്റെ റെപ്രസെന്റേഷൻ. ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ആനോഡിന്റെ റെപ്രസെന്റേഷൻ. ഇനി അതിന്റെ കാഥോഡിന്റെ ആ ഒരു ഇലക്ട്രോഡ് റെപ്രസെന്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കാഥോഡിൽ എന്താ സംഭവിച്ചത്? കാഥോഡിൽ H+ എന്തായിട്ട് മാറി? H2 ആയിട്ട് മാറി അല്ലേ. H+ 1 മോളാർ അല്ലേ. അതെന്തായിട്ട് മാറി? H2 ഗ്യാസ് ആയിട്ട് മാറി അല്ലേ. പിന്നെ ഇവിടെ ആരുണ്ടായിരുന്നു? H2 മാത്രമല്ല അവിടുത്തെ ഇലക്ട്രോഡ്. ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ആരും കൂടെ ഉണ്ട്? പ്ലാറ്റിനം കൂടെ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് എന്ത്? അതിന്റെ കാഥോഡിന്റെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന് അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്? അതെന്താണ്? 0 വോൾട്ട് ആണ് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണ്. ഇത് നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ 0 വോൾട്ട് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട. ഒരു ആനോഡിന്റെ ഇലക്ട്രോഡ് റെപ്രസെന്റേഷൻ, ഒരു കാഥോഡിന്റെ ഇലക്ട്രോഡ് റെപ്രസെന്റേഷൻ, അതേപോലെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? 0 വോൾട്ട് ആണ്. ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു 0 വോൾട്ട് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്തൊരു വാല്യൂ ആണ്. എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിന്റെ വാല്യൂ എന്തല്ല? 0 അല്ല. നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് നമ്മൾ എടുക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ വാല്യൂ 0 ആയിട്ട് ഫിക്സ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ 0 ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് അത് നമ്മൾ വേറെ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു അബ്സല്യൂട്ട് വാല്യൂ അല്ല, ഒരു ട്രൂ വാല്യൂ അല്ല അല്ലേ. ഒരു അബ്സല്യൂട്ട് വാല്യൂ അല്ല. കാരണം എന്താണ്? നമ്മളിവിടെ 0 വോൾട്ട് ആയിട്ട് ഇതിനെ ഫിക്സ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്? അതൊരു റിലേറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. എന്താണ്? ഒരു റിലേറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. എന്തിനാ റിലേറ്റീവ് ആയിട്ട്? ഈ ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് 0 വോൾട്ട് ആയിട്ട് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് റിലേറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾ നോക്കി, ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഡാനിയൽ സെല്ലിൽ അതിന്റെ കാഥോഡിനെ റീപ്ലേസ് ചെയ്ത് എന്താക്കി? ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ എന്താണ്? 1 മോളാർ HCl ആണ് സൊല്യൂഷൻ. ഇവിടെ എന്താണ്? സിങ്ക് സൾഫേറ്റ് ആണ് സൊല്യൂഷൻ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ്? എങ്ങനെയാണ് ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് മെഷർ ചെയ്യാവുന്നത് അല്ലേ. എങ്ങനെയാണ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാവുന്നത്? ഈ സെൽ എന്താണ്? ഈ സെൽ എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ് അല്ലേ. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കാണിക്കുന്നില്ല, ഒരു സെൽ പൊട്ടൻഷ്യൽ. കാരണം സിങ്കും ഹൈഡ്രജൻ ഇലക്ട്രോഡും കണക്ട് ചെയ്യുമ്പോൾ ഈ സെല്ലൊരു പൊട്ടൻഷ്യൽ കാണിക്കത്തില്ലേ? അത് ഈ ഒരു കേസിൽ 0.76 വോൾട്ട് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ സെൽ എന്ത് എഴുതാം? ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ 0.76 വോൾട്ട് എന്ന് എഴുതാം. ഓക്കെ. ഇനി കാഥോഡിൽ ആരാ ഉള്ളത്? ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് ഉള്ളത് അല്ലേ. അതിന്റെ കാഥോഡിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെയാണ് H+ അല്ലേ. എന്തായിട്ട് മാറും? H2 ഗ്യാസ് ആയിട്ട് മാറും. ഒപ്പം ആരുണ്ട്? ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട് അല്ലേ. ഇതെന്താണ്? 1 മോളാർ കോൺസെൻട്രേഷൻ മൈനസ് ഈ ആനോഡ് എന്താണ്? സിങ്ക് ആണല്ലേ. അതിനെങ്ങനെ എഴുതാം? ഈ സിങ്ക് 2+ ബാർ സിങ്ക് എന്ന് എഴുതാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ്? നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കണം. ഇവിടെ നോക്കി, ഇതിന്റെ വാല്യൂ എത്രയാണ്? 0 വോൾട്ട് ആണ് അല്ലേ. ഒരു SHയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു നമ്മൾ 0 വോൾട്ട് ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അതൊരു റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കി, Zn 2+ ബാർ Zn എത്ര കിട്ടി? 0.76 വോൾട്ട് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിങ്ക് ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് എത്ര എഴുതാം? -0.76 വോൾട്ട് ആണ് എന്ത്? ആ ഒരു സിങ്ക് ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. നിങ്ങൾ നോക്കിയേ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഒരു സിങ്ക് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചു.
ഇനി നമുക്ക് തിരിച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് നമ്മുടെ കോപ്പർ ഇലക്ട്രോഡ് എടുക്കാം അല്ലേ. ഇവിടെ എന്ത് ചെയ്തു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ അതിനെ എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ് ഇലക്ട്രോഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഈ സിംഗിൾ ഇലക്ട്രോഡിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ് ഇലക്ട്രോഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും 1 മോളാർ HCl. ഇനി നോക്കിയേ, ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെൽഫ് പൊട്ടൻഷ്യൽ കാണിക്കുമല്ലോ. അത് എത്ര കാണിക്കുന്നത് വെച്ചാൽ നമുക്ക് 0.34 വോൾട്ട് ആണ് കാണിക്കുന്നത്. 0.34 വോൾട്ട് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സെല്ലിന്റെ ഇക്വേഷൻ പറഞ്ഞേ, ഈ സെൽ എന്താണ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണല്ലേ. ഈ കാഥോഡ് എന്താണ് ഇവിടെ കോപ്പർ ആണല്ലേ, അതിനെ എങ്ങനെ എഴുതാം, E of Cu2 plus bar Cu മൈനസ് ഈ ആനോഡ് ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ് ഇലക്ട്രോൺ ആണല്ലേ. ആനോഡിൽ നമ്മൾ എങ്ങനെ എഴുതാം, H2 എന്തായിട്ട് മാറി, H പ്ലസ് ആയിട്ട് മാറി അല്ലേ. H2 H പ്ലസ് ആയിട്ട് മാറി 1 മോളാർ അല്ലേ. എന്താണ്, ഗ്യാസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ പ്ലാറ്റിനം ഇലക്ട്രോഡ് അല്ലേ, പ്ലാറ്റിനം റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇതാണ് എന്ത്, ഇതിന്റെ ഈ ആനോഡ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് H പ്ലസ് ആയിട്ട് മാറി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ, ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതാൻ പറ്റില്ല. എന്താ കാരണം, ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എടുക്കുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മളിവിടെ തിരിച്ചെഴുതണം അല്ലേ. എങ്ങനെ എഴുതണം, നമുക്ക് H പ്ലസ് അയോൺസ് എന്തായിട്ട് മാറി, H2 ഗ്യാസ് ആയിട്ട് മാറി. പിന്നെന്ത്, പ്ലാറ്റിനം ഇലക്ട്രോഡ് കാണിച്ചു അല്ലേ. കാരണം എന്താണ്, ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണിച്ചപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണിച്ചു. ഇനി ഇത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്, 0 ആണല്ലേ. അപ്പൊ ഈ Cu2 plus bar Cu എത്ര കിട്ടും നമുക്ക്, -0 വരും. ഈ സെൽ എത്ര കാണിക്കും ഞാൻ പറഞ്ഞു, 0.34 വോൾട്ട് കാണിക്കുന്നു പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ Cu2 plus bar Cu അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്, 0.34 വോൾട്ട് ആണ്. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സിങ്കിന്റെ എത്ര ആയിരുന്നു, ഈ Zn2 plus bar Zn എത്ര ആയിരുന്നു, 0.76 വോൾട്ട് ആയിരുന്നു അല്ലേ, മൈനസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനി നോക്കിയേ, ഒരു ഡാനിയൽ സെൽ നമുക്കപ്പം കിട്ടിയ എന്താണ്, ഒരു സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടി, ഒരു കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടി. അങ്ങനെ ഒരു ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ഈ സെൽ ഇസിക്കൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പം എങ്ങനെ, ഈ കാഥോഡ് ആയിരുന്നു കോപ്പർ അല്ലേ. അപ്പൊ എത്രയാണ്, 0.34 മൈനസ് ഓഫ് 0.76 വോൾട്ട് അല്ലേ. അത് എത്ര കിട്ടും, 0.34 മൈനസ് ഇൻറ്റു മൈനസ് എന്താവും, പ്ലസ് ആവും അല്ലേ. പ്ലസ് 0.76 വോൾട്ട്. എത്രയാണത്, 1.1 വോൾട്ട് ആണ് എന്ത്, ഒരു ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എപ്പോഴാണ്, ഇവിടെ ഒരു 1 മോളാർ HCl എടുക്കുന്നു, ഇവിടെ 1 മോളാർ കോപ്പർ സൾഫേറ്റ് എടുത്താൽ ഈ ഒരു സെല്ലിൽ കാണിക്കുന്ന പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും, ഒരു ഡാനിയൽ സെല്ലിന്റെ 1.1 വോൾട്ട് ആയിരിക്കും. അതെങ്ങനെയാ വന്നത്, നമ്മൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ ഒരു സെൽ പൊട്ടൻഷ്യൽ കിട്ടിയത്. വളരെ ഈസി ആണല്ലേ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിന് വേറെ ഇലക്ട്രോണിന്റെ സഹായം വേണം. ആ സഹായിക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ് ഇലക്ട്രോഡ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ നോർമൽ ഹൈഡ് ഇലക്ട്രോഡ് എന്ന് വിളിച്ചു. അയാളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്, 0 വോൾട്ട് ആണ്. എങ്ങനെയാണ് അയാളുടെ ആനോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പഠിച്ചു, എങ്ങനെയാണ് അയാളുടെ കാഥോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പഠിച്ചു. അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ. നമ്മൾ അടുത്ത പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ്, ഇലക്ട്രോ കെമിക്കൽ സീരീസ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു, പല ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഹൈഡ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് മെഷർ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് നമ്മൾ കുറേ മെറ്റലിന്റെ എന്ത് ചെയ്തു, മെറ്റൽ അയോൺസിന്റെ ഒക്കെ എന്ത് ചെയ്തു, ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, നമ്മളൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു സീരീസ് എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ആ ഒരു സീരീസിനായിട്ട് ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സീരീസിന് പറയുന്ന പേരാണെന്ത്, അത് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇപ്പൊ നിങ്ങളൊരു സീരീസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ എല്ലാ എലമെന്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എഴുതിയ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ്. അത് ഇങ്ങോട്ട് വരുന്നതോടെ എന്ത് ചെയ്യുക, അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയും, താഴോട്ട് വരുന്നതോടെ എന്ത് ചെയ്യുക, അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടും. അതായത് കോപ്പറിന്റെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും, ഇതെന്തായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ. അതായത് താഴോട്ട് വരുന്നത് അതിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സീരീസിനെ പറയുന്നവരാണെന്ത്, ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അതായത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് എന്തിനാണ് ഒരു എലമെന്റ്സിനെ എന്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒന്നെങ്കിൽ അത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആവാം അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആവാം. അതിനെ ആ ഒരു ഓർഡറിൽ
നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സീരീസിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റില്ല, കാരണം കുറേ മെറ്റൽ ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഞാൻ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് വളരെ എന്താണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എന്ത് ചെയ്യാം, ഇത്ര എലമെന്റ്സുകൾ എന്ത് ചെയ്യാം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതെന്താണ് ലിഥിയം, പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പം ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് ഈ മേളിൽ വരുന്ന ആൾ, ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ അല്ലേ, ഇയാളുടെ പൊട്ടൻഷ്യൽ എത്ര നമ്മൾ പറഞ്ഞു, 0 വോൾട്ട് ആണ്. ഇയാളുടെ മേളിൽ വരുന്ന എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, താഴെ വരുന്ന എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ ബാലൻസിൽ സിങ്കും ഹൈഡ്രജൻ എടുത്തപ്പോൾ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ സിങ്കും ഹൈഡ്രജൻ എടുത്തപ്പോൾ സിങ്ക് നമ്മുടെ ആനോഡായിട്ട് മാറിയല്ലേ, കാരണം ഇതിന് മേലോട്ട് വരുന്നവർ എന്താണ്, മേളിൽ കിടക്കുന്ന ആളായിരിക്കും എപ്പോഴും ആനോഡ്, താഴെ കിടക്കുന്ന ആളായിരിക്കും എപ്പോഴും കാഥോഡ്. ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓർഡർ എഴുതുകയാണെങ്കിൽ മുകളിൽ കിടക്കുന്ന ആളായിരിക്കും എന്ത്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന അയാളായിരിക്കും എന്ത്, കൂടുതൽ റിയാക്റ്റീവ്, അയാളായിരിക്കും പെട്ടെന്ന് ഇലക്ട്രോണിനെ കൊടുക്കാൻ കഴിവുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ ഡാനിയൽസിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് സിങ്കും കോപ്പറും ആയിരുന്നു അല്ലേ, സിങ്കും കോപ്പറും ആയിരുന്നു. നമ്മൾ പറഞ്ഞ സിങ്കാണ് കൂടുതൽ റിയാക്റ്റീവ് എന്ന് പറഞ്ഞ ആ സമയത്ത് അല്ലേ, കോപ്പർ അല്ല. എന്തുകൊണ്ടാണ്, കാരണം ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ അവിടെ സിങ്ക് എന്താണ്, കോപ്പറിന് മുകളിലാണ് വരുന്നത്. അതുകൊണ്ട് അയാൾ എന്താണ്, കൂടുതൽ റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അയാളാണ് എന്ത്, ഇലക്ട്രോണിനെ പെട്ടെന്ന് കൊടുക്കുന്നത്, അയാൾക്കാണ് എന്ത്, ആനോഡായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർത്തിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ട്രിക്കാണ്. എന്താണ്, ലില്ലിക്കുട്ടിയെ കാണാൻ നല്ല മൊഞ്ച. എന്താ, ലില്ലിക്കുട്ടിയെ കാണാൻ നല്ല മൊഞ്ച അല്ലേ, ലില്ലിക്കുട്ടിയെ കാണാൻ നല്ല മൊഞ്ച. ആലുവയിലെ സിഗ്നലിനടുത്ത് ഫ്രോക്കും, ഇതെന്താണ്, ലെഡാണ് അല്ലേ, ലെഗിൻസും ഹീൽസും ഇട്ട് കോപ്രായം കാട്ടുന്ന സിൽവർ ചെരുപ്പിട്ട സ്വർണ്ണ മുടിയുള്ള കൊച്ചാണ്. അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ഓർഡർ ഫോളോ ചെയ്യാൻ പറ്റും. അതായത് ലില്ലിക്കുട്ടിയെ കാണാൻ നല്ല മൊഞ്ച, ആലുവയിലെ സിഗ്നലിനടുത്ത് ഫ്രോക്കും ലെഗിൻസും ഹീൽസും ഇട്ട് കോപ്രായം കാട്ടുന്ന സിൽവർ ചെരുപ്പിട്ട സ്വർണ്ണ മുടിയുള്ള കൊച്ചാണെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, കോപ്പറും സിൽവറും എടുത്താൽ ആരായിരിക്കും ആനോട്, ആരായിരിക്കും കാഥോഡ്, മുകളിൽ കിടക്കുന്ന ആളെന്താണ്, ആനോഡ് അല്ലെ. അപ്പം എന്താണ്, കോപ്പർ ആനോഡ്, സിൽവർ എന്താണ്, കാഥോഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു Cu2+ അല്ലെ, Cu+2 Ag+ ഗീവ്സ് എന്തെന്ന് പഠിച്ചു, Cu2++2 Ag എന്ന് പഠിച്ചു. അപ്പോൾ ഈ ഒരു കേസ് നോക്കി, കോപ്പർ സിൽവർ നമ്മൾ എടുത്തു. ഇവിടെ എന്ത് ചെയ്യും, കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0-ൽ നിന്ന് +2-ലേക്ക് മാറി അല്ലേ. ഇയാളായിരുന്നു എന്ത്, ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചില്ലേ, 0-ൽ നിന്ന് +2, ഇയാളായിരുന്നു എന്ത്, ആനോഡ്, ഇയാളായിരുന്നു എന്ത്, കാഥോഡ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഈസി ആയിട്ട് ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ് എന്ന്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ എഴുതുക, അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ എഴുതുന്ന ഒരു സീരീസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ മേളിൽ എന്ത് ചെയ്യുക, താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക, അതിന് പെട്ടെന്ന് ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവ് കൂടും, പെട്ടെന്ന് സ്വീകരിക്കാനുള്ള കഴിവ് കൂടും. അപ്പോൾ ഇതാണെന്ത്, ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അടുത്തതായിട്ട് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ, റൈറ്റ് ദ സെൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. 2 chromium Cr plus 3 cadmium 2+ gives 2 chromium 3+ plus 3 cadmium. സോ ഇതിൻ്റെ ഒരു സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഓക്സിഡേഷൻ ഹാഫ് സെൽ കണ്ടുപിടിക്കുക. റിഡക്ഷൻ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, അതാണ് ഓക്സിഡേഷൻ ഹാഫ് സെൽ. ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്, അതാണ് റിഡക്ഷൻ ഹാഫ് സെൽ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചതെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നോക്കിയേ, നമുക്കിവിടെ 2Cr എന്തായിട്ടും 2Cr plus 3Cd2+ gives 2Cr3+ plus 3Cd എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രോമിയം അല്ലേ, ഒരു ആറ്റം അല്ലേ, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ, 0 അല്ലേ. കാർബൺ എന്താണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. നോക്കി ക്രോമിയം എന്ത് സംഭവിച്ചു, 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. അതായത് ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ എന്താണ്, ഓക്സിഡേഷൻ അല്ലേ, ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ എന്താണ്, ഓക്സിഡേഷൻ, അതെന്താണ്, ആനോഡ് അല്ലേ. നിങ്ങൾ നോക്കി കാഡ്മിയം 2+ നിന്ന് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി അല്ലേ. ആ ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ എന്താണത്, റിഡക്ഷൻ അല്ലേ, റിഡക്ഷൻ, അതെവിടാണ്, കാഥോഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്
ഒരു ഓക്സിഡേഷൻ ഹാഫ് സെല്ലും കിട്ടി, റിഡക്ഷൻ ഹാഫ് സെൽ. ആർക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത് മനസ്സിലായി, ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഓക്സിഡേഷൻ ഹാഫ് സെൽ എങ്ങനെ എഴുതുന്നത്? ഓക്സിഡേഷൻ ഹാഫ് സെൽ എങ്ങനെ എഴുതാം? ഓക്കെ, ക്രോമിയത്തിനല്ലേ? അപ്പൊ എന്താണ് ക്രോമിയം എന്തായിട്ട് മാറി? 2Cr3+ ആയിട്ട് മാറി അല്ലേ? പ്ലസ് 3+ ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ വരും? 3 ഇലക്ട്രോൺ അല്ലേ? ഓക്സിഡേഷൻ ആയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തി? ഇലക്ട്രോൺ എഴുതി. ഇനി റിഡക്ഷൻ എഴുതുന്നത് എങ്ങനെയാണ്? റിഡക്ഷൻ ഹാഫ് സെൽ എങ്ങനെ എഴുതാം? 3 കാഡ്മിയം 2+ അല്ലേ? അതെന്ത് സംഭവിച്ചു? റിഡക്ഷൻ നടക്കണമെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കണം അല്ലേ? 2+ ആകുമ്പോൾ പ്ലസ് 2 ഇലക്ട്രോൺ നെഗറ്റീവ് ഗീവ്സ് എത്ര കിട്ടി? 3 കാഡ്മിയം എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇതിന്റെ ഓക്സിഡേഷൻ ഹാഫ് സെൽ, ഇതിന്റെ റിഡക്ഷൻ ഹാഫ് സെൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടിടത്ത് ഇലക്ട്രോൺ ബാലൻസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, 3 കൊണ്ട് മൾട്ടിപ്ലൈ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാം. ഇനി സെൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ചോദ്യം. എന്താണ് സെൽ റെപ്രസെന്റേഷൻ? സോ നമുക്ക് എങ്ങനെ ഈ ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതേണ്ടത്? ആനോഡ് അല്ലേ? ആനോഡ് ബാർ സാൾട്ട് ബ്രിഡ്ജ് ആണ് അല്ലേ? ആനോഡ് സാൾട്ട് ബ്രിഡ്ജ്. അതിനുശേഷം എന്താണ് കാഥോഡ്. സോ ആനോഡ് ആരാണ്? ക്രോമിയം ആണ് അല്ലേ? എന്തായിട്ട് മാറി? ക്രോമിയം 3+ ആയിട്ട് മാറി. Cr എന്തായിട്ട് മാറി? Cr3+. എന്താ പിന്നെ സാൾട്ട് ബ്രിഡ്ജ്. ഇനി അടുത്ത് എന്താ എഴുതണം? കാഥോഡ് എഴുതണം അല്ലേ? Cd2+ എന്തായിട്ട് മാറി? Cd0 ആയിട്ട് മാറി. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, Cd2+ ബാർ Cd എന്ന് എഴുതുക. അപ്പോൾ ഇതാണ് എന്ത് ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സെൽ റെപ്രസെന്റേഷൻ എന്താ പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന്റെ ഓക്സിഡേഷൻ കണ്ടുപിടിക്കുക, റിഡക്ഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിന്റെ ഇക്വേഷൻ എഴുതുക, റിഡക്ഷൻ ഹാഫ് സെല്ലിന്റെ ഇക്വേഷൻ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആനോഡ് സാൾട്ട് ബ്രിഡ്ജ് കാഥോഡ് അല്ലേ? ആനോഡ് എന്താണ്? ക്രോമിയം 3+ ആയിട്ട് മാറി. കാഥോഡിൽ എന്ത് ചെയ്തു? കാഡ്മിയം 2+ എന്തായിട്ട് മാറി? കാഡ്മിയം ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് എന്ത് ഇതിന്റെ ഒരു സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു ചോദിക്കാം കേട്ടോ. നമുക്കൊരു സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് എന്തെന്ന് ചോദിക്കാം, നമുക്ക് അതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാനായിട്ട് ചോദിക്കാം. ഒരു സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഓവറോൾ റിയാക്ഷൻ എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സിങ്ക് ബാർ സിങ്ക് 2+ സാൾട്ട് ബ്രിഡ്ജ് Ag+ ബാർ Ag. അപ്പം ഇത് എന്താണ്? ഒരു സെൽ റെപ്രസെന്റേഷൻ ആണ് അല്ലേ? അപ്പം ഇത് തന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്തതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്തു, സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയിട്ട് മാറി അല്ലേ? സിങ്ക് 2+ 2 ഇലക്ട്രോൺ അല്ലേ? ഇതെന്താണ്? ഓക്സിഡേഷൻ എവിടെ നടക്കുന്നു? ആനോഡ് അല്ലേ? അതായത് സിങ്ക് 0-ൽ നിന്ന് സിങ്ക് 2+ലേക്ക് മാറി, ഓക്സിഡേഷൻ നമ്പർ കൂടി. ആ പ്രോസസ് എന്താണ്? ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡ്. നിങ്ങൾ നോക്കി Ag+ എന്തായിട്ട് മാറി? Ag ആയിട്ട് മാറി അല്ലേ? Ag+ Ag ആയിട്ട് മാറണം അല്ലേ? അങ്ങനെ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കണം അല്ലേ? അപ്പോൾ Ag++ 1 ഇലക്ട്രോൺ എന്ത് ചെയ്തു? Ag ആയിട്ട് മാറി അല്ലേ? ഇവിടെ എന്ത് ചെയ്തു? ഓക്സിഡേഷൻ നമ്പർ +1-ൽ നിന്ന് 0-ലേക്ക് കുറഞ്ഞു. അതെന്താണ്? റിഡക്ഷൻ കാഥോഡ്. ഇനി നിങ്ങൾ നോക്കി, ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം വ്യത്യാസമുണ്ടല്ലേ? ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 1 ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് കിട്ടും? 2Ag+ + 2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag എന്ന് കിട്ടും അല്ലേ? ഇനി നിങ്ങൾ നോക്കി, അപ്പോൾ നമ്മുടെ ആനോഡിന്റെ റിയാക്ഷൻ കിട്ടി, കാഥോഡിന്റെ റിയാക്ഷൻ കിട്ടി. എങ്ങനെ ഓവറോൾ റിയാക്ഷൻ എഴുതാം? നമ്മൾ ഈ ഒരു ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി, ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ കൂട്ടി, റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ കൂട്ടി. അപ്പോൾ കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അത് വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ഓവറോൾ റിയാക്ഷൻ എന്ത് കിട്ടും? ഓവറോൾ റിയാക്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? സിങ്ക് പ്ലസ് എന്ത് 2Ag+ എന്തായിട്ട് മാറും? സിങ്ക് 2++ 2Ag ആയിട്ട് മാറും. അതായത് നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് 2 രീതിയിൽ ചോദിക്കാം. എന്താണ്? ഒരു സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് അതിൽ നിന്ന് ഓവറോൾ റിയാക്ഷൻ എഴുതാനായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഓവറോൾ റിയാക്ഷൻ എന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽ റെപ്രസെന്റേഷൻ എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ ആ 2 പ്രോബ്ലം ആണിത് ഈ ഒരു പാർട്ടിൽ വരുന്നത്. നമ്മൾ ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ പഠിച്ച പാർട്ടിൽ വരുന്നത്.